ചിറയൻ കീഴിൽ 8 വയസ്സുകാരൻ പാമ്പുകടിയേറ്റ് മരിച്ച സംഭവത്തിൽ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനോട് ഇപ്പോൾ DMO റിപ്പോർട്ട് തേടിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത വരികയാണ്. ആന്റിവെനം കൊടുത്തില്ലെന്നാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ വിശദീകരണം. അഴൂർ സ്വദേശികളായ ദിലീപിന്റെയും അനുവിന്റെയും മകൻ ദിക്ഷലാണ് പാമ്പുകടിയേറ്റ് ഇന്ന് മരിച്ചത്. RP സനൂപ് ചേരുകയാണ് വിവരങ്ങളുമായി. സനൂപ്, റിപ്പോർട്ട് തേടാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? അതോടൊപ്പം തന്നെയാണ് ആന്റിവെനം നൽകിയിട്ടില്ല എന്ന് പറയുന്നു. അത് ആന്റിവെനം നൽകാതിരിക്കാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു സനൂപ്? മഹേഷ്, ദിക്ഷലിന്റെ മരണത്തിൽ അടിയന്തര റിപ്പോർട്ടാണ് DMO ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷീജയോടാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നേരത്തെ തന്നെ കുടുംബം ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് ആന്റിവെനം നൽകിയിരുന്നില്ല, മതിയായ ചികിത്സ നൽകാതെയാണ് കുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞുവിട്ടു എന്നുള്ള ആരോപണമാണ് ഉയർന്നു വന്നപ്പോൾ അതേ തുടർന്നാണ് ഇപ്പോൾ DMO ഇടപെട്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമ്മൾ ഇപ്പോൾ അന്വേഷിച്ചപ്പോഴും ആശുപത്രിയിൽ നിന്നുള്ള വിശദീകരണത്തിൽ ആന്റിവെനം നൽകിയിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിനവർ നൽകുന്ന വിശദീകരണം കുട്ടിയുടെ രക്തപരിശോധന നടത്തിയ സമയത്ത് വേണ്ടത്ര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല, ആന്റിവെനം നൽകാൻ വേണ്ടി മാത്രമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ് ആശുപത്രി നൽകുന്ന വിശദീകരണം. അതുകൊണ്ടാണ് നൽകാതിരുന്നത്. ആന്റിവെനം സ്റ്റോക്ക് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും ആശുപത്രിക്കാര് സമ്മതിക്കുന്നുണ്ട്. ഈ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു, കുട്ടിക്ക് ട്രിപ്പൊക്കെ നൽകിയതിന് ശേഷമാണ് മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞു വിട്ടു എന്നുള്ള കാര്യമാണ് നിലവിലിപ്പോൾ ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയത്. എന്തായാലും കുടുംബം ആരോപിച്ചതുപോലെ ആന്റിവെനം നൽകിയിട്ടില്ല എന്നുള്ള കാര്യം ആശുപത്രിയും സമ്മതിച്ചിട്ടുണ്ട്. 3 മണിയോടുകൂടി കുട്ടിയുടെ മൃതദേഹം ഇവിടെ എത്തിക്കും. 3 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്.